ഹലോ ഫ്രണ്ട്സ്, ഈ ഐറ്റം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയി കാണുന്ന ബൺ മസ്കയും ഇറാനി ചായയുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 4 ബണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്നത് ക്രീമാണ്. ഈ ക്രീം തയ്യാറാക്കാൻ വേണ്ടുന്നത് ബട്ടറും മിൽക്ക് മെയ്ഡുമാണ്. 4 ബണ്ണും ഞാൻ ഇതേപോലെ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിൽക്ക് മെയ്ഡും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബണ്ണിന് വേണ്ടുന്ന ക്രീം റെഡിയായി. മിൽക്ക് മെയ്ഡിൻ്റെ അളവ് നിങ്ങൾക്ക് മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതേ രീതിയിലൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പം നമ്മുടെ ക്രീം റെഡിയായി. ഇത് ബണ്ണിലേക്കൊന്ന് തേച്ച് അകത്തും സൈഡിലും ഒക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബണ്ണ് റെഡിയായി. ഇനി ഇതൊരു ചായയിൽ മുക്കി കഴിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം അതിന് ഇറാനി ചായയാണ്. ഇറാനി ചായ എന്ന് കേൾക്കുമ്പോൾ പേര് പോലെ അത്ര കുഴപ്പം പിടിച്ച കാര്യമൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാം. ഇറാനി ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടത് കറുകാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കടുപ്പമുള്ള ചായപ്പൊടി. ഇത് ചേർത്ത് കുക്കറിലൊന്ന് പെട്ടെന്ന് നമുക്ക് ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ചായ റെഡിയായി. പാല് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒത്തിരി നേരം വേണ്ട, എങ്കിലും തിളച്ചാൽ ഉടനെ നിർത്തണ്ട. ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. എന്നിട്ട് ചായയും പാലും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചായയും റെഡിയായി കഴിഞ്ഞു. ഈ ചായയിലേക്ക് ഈ ബൺ മുക്കി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്താനും മറക്കരുത്. ടേസ്റ്റിയായ ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.